രാവിലെ നല്ല നല്ല അടിപൊളി മഞ്ഞാണ് കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഞ്ഞ. ഈ വർഷത്തെ കാലാവസ്ഥ എന്നാണോ ഇങ്ങനെയൊക്കെ, ചുറ്റിനും ഒന്നും കാണത്തില്ല, അടുത്ത് ചെന്നാലേ കാണത്തുള്ളൂ, ആ പരുവാ. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് പണിക്ക് പോകാനേ തോന്നുന്നില്ല. ഒന്നുകൂടെ കയറി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് പുതച്ചും മൂടി. നല്ല അമ്പലമൊന്നും കാണത്തില്ല, ചെറുതായിട്ട് കാണാം, അത്രയും മഞ്ഞ. വഴിയ വണ്ടികളൊന്നും പോകുന്ന പോലും കാണത്തില്ല. അപ്പോൾ ഇഡലി പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കൊണ്ടുവിടാം. ഇല്ലെങ്കിൽ ബസ്സില്ലല്ലോ, ഇന്നീല ബസ് ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ കൊണ്ടുപോകണം. എന്നാൽ പെട്ടെന്ന് കഴിച്ചു. അതെ അതെ, ബസ്സില്ല. അപ്പം എങ്ങനെയുണ്ട്? ഇഡലിക്ക് ചൂടുണ്ടോ? എന്നാൽ ഇത് ഒരു കാര്യം ചെയ്യേ, അക്കാടെ തക്കാളിച്ചോറ് ഇന്ന് കൊണ്ടുപോകും കേട്ടോ. ഇതിനകത്തുണ്ടോ ബേ ലീഫൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ നോക്കി, നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പം ഇന്ന് നിനക്ക് ഉച്ചക്കത്തെ ഫുഡുമായിട്ടുണ്ട് കേട്ടോ. അക്ക ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു തരുന്നതാണ്. അപ്പം ഇന്നത്തെ തമിഴ്നാട് സ്റ്റൈല് കൂട്ടുകാർക്കും കൊടുത്തേരെ തക്കാളിച്ചോറ് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. രാവിലെ നല്ല മഞ്ഞും തണുപ്പോ, എങ്ങനെയുണ്ട്? ചൂട് ഇഡലിയും സാമ്പാറും എങ്ങനെയുണ്ട്? ഇഡലിയും സാമ്പാറൊക്കെ കൊള്ളാം. മഞ്ഞത്ത് പോവാൻ തോന്നുന്നില്ല. പോകാൻ തോന്നുന്നില്ലേ? ഈ മഞ്ഞത്തോ ആണോ? ഈ ഇത്രയും വെള്ളം പോരെ? ഇത് വൈകുന്നേരം ആകുന്നതിന് മുന്നേ തീരും. ആണോ? നമുക്ക് ഏതായാലും മഞ്ഞല്ല, നമുക്ക് അപ്പുറത്തോടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇന്നത്തെ കാലാവസ്ഥ അപ്പം നമുക്കുള്ളൊരു സാധനം നമ്മുടെ ഒരു അക്ക തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പുള്ളിക്കാരി കുഞ്ഞിക്കാന്നും പറഞ്ഞ് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കെല്ലാം കൊണ്ടുവരുന്നതാ കുഞ്ഞിക്കുള്ള ഫുഡ്. നല്ല സ്നേഹമാ. അവിടുന്ന് കൊണ്ടുവരുന്ന സാധനം. അതെ വന്നു. എന്നാ ബിരിയാണിയാ? தக்காளி சோறா? அங்கே ஆள் இருக்கா? காய் எடுத்துக்கிட்டு இருக்கா? ശരി. എങ്ങനെയുണ്ട് നമ്മുടെ അമ്പലത്തിന്റെ സീൻ രാവിലെ? അമ്പലമെല്ലാം കാണാമോ? അമ്പലം ചെറുതായിട്ടൊന്ന് കാണാൻ അത്ര ഉള്ളല്ലേ. ആയാലും നമുക്ക് താഴെ കർണാകരം വരെ പോകണം, അവിടെയൊക്കെ പോയിട്ട് വരാം. ഇതുണ്ടോ ഇലക്ഷൻ, ഈ മഞ്ഞാണേലുവേ മഴയാണേലും ഇലക്ഷൻ പ്രചാരണത്തിന്റെ വാഹനങ്ങളായി മുന്നേ പോകുന്നത് കണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. നല്ല തിരക്കാ. നമുക്ക് ഇതുവഴി താഴെ വരെ പോകണം. താഴെ പോയിട്ട് നമുക്ക് തിരിച്ചു കയറി അപ്പുറത്തൂടെ വരാം. ഞാൻ പറഞ്ഞു വന്നതേ, മഞ്ഞും മഴയെല്ലാം ഞങ്ങളെ പീറ്റിക്കേ വരത്തുള്ളൂ, എന്നിട്ട് ഞങ്ങളെ പീറ്റിക്കും വിടത്തില്ല. അത് കൊള്ളാം, അതാണ് പരിപാടി. PT പീരീഡ് ഒഴിവായി പോവല്ലേ? ഒരു 9 മാസമായിട്ട് മഞ്ഞും മഴയും തന്നെയല്ലേ? ആകെ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. നിന്റെ സ്കൂളിന്റെ വണ്ടി അല്ലല്ലോ, 2 വണ്ടി മുന്നേ പോകുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യണോ? അയ്യോ ബ്ലോക്ക് ആകും. അത് കണ്ടോ, കുഞ്ഞി പിള്ളേരൊക്കെ പോകുന്നത് കണ്ടോ? കണ്ടോ ആ കുഞ്ഞി പിള്ളേർക്ക് വരെ പോവാമെങ്കിൽ നിനക്കെന്നാ മടി? പിള്ളേർക്ക് എല്ലാ ദിവസവും PT കാണും. അത് കൊള്ളാം. PT നോക്കിയാണോ സ്കൂളിൽ പോന്നെ? PT ഉള്ള ദിവസവും മഞ്ഞും മഴ വന്നതല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും പോയി നോക്കാം. നിനക്ക് പിന്നെ അടുത്ത സ്കൂൾ അടുത്തായതുകൊണ്ട് 9:30 കഴിയുമ്പോൾ ചെന്നാൽ മതി. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ടേ. അതൊക്കെ കൊടുത്തു. അവർക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ ഈ താഴ്ഭാഗമൊക്കെ വരുമ്പോഴത്തേക്കിനും മഞ്ഞങ്ങ് മാറുവേ. ഇനി നമ്മൾ ഇവിടുന്ന് കയറി മേളിലേക്ക് വീണ്ടും ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നല്ല കട്ട മഞ്ഞായിരിക്കും. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടുന്ന് കുറേ താഴേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ മഞ്ഞില്ല. ഇതിപ്പോൾ ഈ കയറ്റം കയറി നമ്മൾ മേളിൽ ചെല്ലല്ലേ, മേളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളി മഞ്ഞായിരിക്കും. എന്റെ സ്കൂള് താഴെ വല്ല സ്കൂളാണെങ്കിൽ ഈ കർണാടകത്തിന്റെ ഏറ്റവും മണ്ടയിലാണ് കൊണ്ടു വെച്ചേക്കുന്നത്. സ്കൂൾ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ എപ്പോഴും മഞ്ഞ് വരുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഇവിടെ നല്ല മഞ്ഞില്ലാത്തതുകൊണ്ട് നല്ല രസമല്ലേ? മേളിൽ ചെല്ലുമ്പോൾ കണ്ടോണം. ഈ കയറ്റമൊക്കെ കയറി മേളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു കട്ട മഞ്ഞായിരിക്കും. ഏതായാലും സാധനമല്ല നമ്മൾ രാവിലെ കൊണ്ട് കൊടുത്തോണ്ടേ അവരിപ്പോൾ രാവിലെ പോകാനായിട്ട് നിൽക്കുക. അവർക്ക് ഇനി നാളെ എങ്ങാണ്ട് കൊച്ചി ചെന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള. അപ്പോൾ നമ്മുടെ ചിപ്സ് ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെയുണ്ട് കുറച്ചുകൂടെ പാക്ക് ചെയ്ത് വിടാനായിട്ടേ. അതാര് ചെയ്യും? നീ ചെയ്യുമോ? ഞാനും. കൊള്ളാം. സ്കൂളിൽ പോവാ. എന്തായാലും പണി പറഞ്ഞാൽ അന്നേരം ഞാൻ സ്കൂളിൽ പോകല്ലേ. കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞാകാൻ തുടങ്ങുന്നുണ്ട് അതൊക്കെ കണ്ടോ? മേളിൽ ചെല്ലുമ്പോൾ കണ്ടോ?
അതാ ഞാൻ പറഞ്ഞത്, താഴ്വാരത്ത് മഞ്ഞ് കുറവല്ലേ. ഇതെന്നാ പരിപാടി? നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പം ഈ ഒരു വളവ് അങ്ങ് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഫുൾ നല്ല കോട മഞ്ഞാവും. പിന്നെ വഴി കാണത്തില്ലാത്ത വഴിയുള്ളൂ. നമ്മൾ മെയിൻ റോഡിൽ വന്ന് കയറി. നീ വഴി വന്നിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, മഞ്ഞാവൂന്ന് പറഞ്ഞില്ലേ, കണ്ടോ? അയ്യോ, എന്റെ സ്കൂൾ മാറ്റണേ. സ്കൂളൊന്നും മാറ്റി തരാം. ഇതെന്നാ പരിപാടി? നിന്നെ മാറ്റി വരാം കേട്ടോ. അത് മേലോട്ട് കയറി ചെല്ലുന്നവരും മഞ്ഞായിരിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, താഴ്വാരത്ത് മഞ്ഞ് കുറവായിരിക്കും, ഏറ്റവും ടോപ്പില് മഞ്ഞായിരിക്കും, നല്ല മഞ്ഞായിരിക്കും. എങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല കാലാവസ്ഥയല്ലേ? സ്കൂളിൽ പോയി സുഖമായിട്ട് മൂടി പൊതിച്ച് സ്കൂളിൽ ഇരിക്കാം. അതെ അല്ലേ? ഇതുണ്ടോ കർണാവരം പള്ളിയുടെ അവിടെ ഒക്കെ കണ്ടോണം. ഉണ്ടോ ഇടത്തെ സൈഡ് ഉണ്ടോ? നല്ല മഞ്ഞല്ലേ, മഞ്ഞ് പൊതങ്ങി നിൽക്കുക. അതുപോലെ തന്നെയാണ് കർണാവരം സിറ്റി കണ്ടോ, അതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ടോ. ഇപ്പം ടോപ്പിലായപ്പോഴത്തേക്കിനും ഫുൾ നല്ല മഞ്ഞായി. ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ. ആൾക്കാരെ കാണാമോ? ഇല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോകുന്തോറും മഞ്ഞ് കണ്ടോ, അതുകൊണ്ടോ വണ്ടി വരുന്നുണ്ട്, അറിയത്ത് പോലുമില്ല. അപ്പൊ മഞ്ഞുള്ള സ്ഥലവും മഞ്ഞില്ലാത്ത സ്ഥലവും ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും മഞ്ഞത്ത് കയറി വന്നില്ലേ. ഇനിയിപ്പോ നമുക്ക് വീട്ടിലോട്ട് പോയിട്ടേ നിനക്ക് ഉച്ചക്കത്തേക്കുള്ള തക്കാളിച്ചോറൊക്കെ അക്ക കൊണ്ട തന്നിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് സ്കൂളിൽ പോകും കേട്ടോ. നമുക്ക് അതും കൂടെ പോയി വായിക്കാം. നമ്മളെല്ലാവരും കൂടെ പോയി കഴിയുമ്പോഴേ ഇനിയിപ്പോ ഇന്ന് അച്ചമ്മച്ചി തന്നെ ഉള്ളു. അതേ ഫോണൊക്കെ ചോന്നുകൊണ്ട് അതിൽ ഏതാണ്ട് പൂച്ചക്കുഞ്ഞ് കോപ്പി ഇന്നലെ പിടിച്ചോണ്ട് വന്ന പൂച്ചക്കുഞ്ഞില്ലേ, അതിനായിട്ട് നടക്കുക. അവൻ വന്ന വഴിക്കേ പൂച്ചക്കുഞ്ഞിനെ ഓർമ്മത്തിനെ വഴിയിൽ നിന്ന് കിട്ടിയതാ. ചാവാൻ റോഡിന് നടുക്ക് കിടക്കുമായിരുന്നു. ചേട്ടാച്ചൻ ചാക്ക വന്നവർക്ക് മണ്ടേക്കൂടെ കയറ്റായിരുന്നപ്പോഴാ പൂച്ചക്കുഞ്ഞാന്ന് കണ്ടത്. ചാക്കിനകത്തായിരുന്നു? അല്ല, എനിക്കറിയത്തില്ല. ആണോ?